ഹലോ ഗായ്സ്, കുറെ കാലത്തിന് ശേഷം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് അതിനു മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. നമ്മളെ ചാനൽ 50K സബ് ആയിരിക്കുന്നു. ആദ്യമായി എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പോഴും എനിക്ക് പല കാര്യങ്ങളും വിശ്വസിക്കാൻ കഴിയുന്നില്ല. 2000 സബ് പോലും ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. പിന്നെ കുറെ പേര് ചോദിച്ചായിരുന്നു, കിളിപോയ കുട്ടിയാണോ അല്ലെങ്കിൽ തലക്ക് സുഖമില്ലാത്ത ചെക്കനാണോ എന്നൊക്കെ. കോമഡി തന്നെ ഇല്ല, ഒരിക്കലും ഇല്ല. ഞാനും എല്ലാവരെയും പോലെ നോർമലാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കിളി പോകാറുണ്ട്. അതിന്റെ ഷോർട്ട് വീഡിയോസ് കാണുന്നവർക്ക് മനസ്സിലാവും. മുമ്പ് അടക്ക് ഞാൻ ഇതൊന്ന് പറഞ്ഞോട്ടെ. അപ്പൊ എല്ലാവരും ലൈക്കും ചെയ്തേക്ക്, സബ്സ്ക്രൈബും ചെയ്തേക്ക്. നേരെ വീഡിയോയിലേക്ക്. അതെ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു രസകരമായ വീഡിയോ ആണ്. നോ, എനിക്ക് ഇന്നത്തെ രസകരമായ വീഡിയോ ആണ് കാണുന്നത്. അടുത്ത എപ്പിസോഡ് ഞാൻ അടുത്ത പ്രാവശ്യം കണ്ടോളൂ. അടുത്ത എപ്പിസോഡിൽ നാടൻ മുട്ടി സ്നാപ്ചാറ്റ് ഞാൻ എങ്ങനെ കാണാനാ? അല്ല, നാടൻ മുട്ടി സ്നാപ്ചാറ്റോ? ഇത് തമ്മിൽ എന്താ ബന്ധോ? ഇപ്പൊ ഫുള്ള് കൺഫ്യൂഷൻ ആയല്ലോ. സത്യം പറയടാ, നീ ഇലുമിനാറ്റി ആണോ? ഇവൻ ഡേഞ്ചർ ആണ് ഗൈസ്. അതെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഗ്ലൂക്കോസ് പൊടിയാണ്. എങ്ങനെ ഇരിക്കണം? നമ്മൾ വരണോ? ഹലോ ഗൈസ്, ഇനി നമ്മളൊരു രസകരമായ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അടുത്ത എപ്പിസോഡിൽ നമ്മളൊരു ഫേസ്ബുക്ക് മുട്ട പപ്സും കണ്ടു. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു അതിർമാഞ്ച പൊടിയാണ്. അയ്യോ, എൻ്റെ കൈമിൽ അതിർമാഞ്ച പൊടി ഇല്ല. അതിർമാഞ്ച പൊടി കിട്ടണമെങ്കിൽ അംഗൻവാടി പോകണം. അപ്പം ഗൈസ്, ഞാൻ അംഗൻവാടി പോയിട്ട് വരുന്നു. പോവാ. അപ്പം ഗൈസ്, ഇതാണ് അതിർമാഞ്ച പൊടി. ഇതാ അതിർമാഞ്ച പൊടി. അപ്പം ഗൈസ്, അതിർമാഞ്ച പൊടി കണ്ടല്ലോ. അടുത്ത എപ്പിസോഡിൽ ഞാനൊരു ഇൻസ്റ്റാഗ്രാമും കോയിക്കാലും കാണിച്ചു തരാം. ഓക്കെ, ബൈ. എന്നെ പറ്റി ഒരു പട്ടി പോലും പൊക്കി പറയില്ലെങ്കിലും ഞാൻ തന്നെ പറയും, ഐ ആം ബ്യൂട്ടിഫുൾ. അങ്ങോട്ട് മാറി എന്ന് ഒറ്റക്ക് പറഞ്ഞ് സമാധാനിച്ചു. വേണമെങ്കിൽ ഞാൻ ഒരു പാട്ട് വിട്ടുതരാം. നീ എൻ സംഗീതം, നീ എൻ സല്ലാപം, നീ എൻ ശ്രീരാഗം, അലഞ്ഞൊറിയും അനുരാഗം. ഞൊറിയല്ല, ചൊറി. നിൻമിഴികളിലോറും സ്നേഹം, എൻ കനവിൽ നിറയും മോഹം. നിൻ കൈകൾ ചേരും നേരം ഞാൻ പനിനീർ മലരാകും. മെഹബൂമ്പ മെഹ്തിരി മെഹബൂമ്പ, മെഹബൂമ്പ മെഹ്തിരി മെഹബൂമ്പ. മെഹബൂമ്പയല്ല, ജീമ്പൂമ്പ. സത്യം പറയാലോ ഗൈസ്, ഇതിന്റെ ഒറിജിനൽ വേർഷൻ ഞാൻ ഇതുവരെയായിട്ട് ഫുള്ളായിട്ട് കേട്ടിട്ടില്ല. എന്നാൽ ഇത് ഒരു 20 പ്രാവശ്യം ഞാൻ കേട്ടിട്ടുണ്ടോ. എന്തായാലും ഈ പാട്ട് പാടിയതിന് ശേഷം ഇദ്ദേഹം ഫുൾ എയറിലാണെന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷെ എനിക്ക് ഇതാണ് സത്യത്തിൽ ചിരി വരുന്നത്. താടി ഇല്ലാത്തത് മുതൽ താടി വരുന്നത് വരെയുള്ള എല്ലാ ദിവസത്തെ ഫോട്ടോ ഉണ്ട്. മനുഷ്യമുഖത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇത്രയും ലൈവായി കാണാൻ പറ്റുന്ന ഒരേ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്. എന്തായാലും പെറ്റപാട് ഇദ്ദേഹത്തിന് ഫോൺ കൊടുക്കാത്ത ഭാഗ്യം. അല്ലെങ്കിൽ പമ്പസ് ഇട്ട് നടക്കുന്ന മുതൽ ഇപ്പോഴുള്ള ഫോട്ടോ വരെ ഓരോ ദിവസം നിങ്ങൾക്ക് ലൈവായിട്ട് കാണാമായിരുന്നു. ഉണ്ണിയുടെ വളർച്ച, ഉണ്ണിയല്ലേ, ഇദ്ദേഹത്തിന്റെ വളർച്ച. ഇനിയും കുറച്ച് കായിക ഗന്ധർവന്മാരുണ്ട്. എന്നുയിരിന്നുയിരായി നീയും എന്നുടലിൽ പാതി ഞാനും, എൻ പ്രണയം വരെയും ഞാൻ പ്രണയം ഞാൻ തിരയും. അത്ര മതി. ബാക്കി പാടേണ്ട ആള് പാടിയാൽ സുഖം കിട്ടും. മെഹബൂമ്പ മെഹ്തിരി മെഹബൂമ്പ. കഴിഞ്ഞിട്ടില്ല, ഇത് കോമ്പറ്റീഷൻ ആണ്. ഒരാൾ കൂടി ബാക്കിയുണ്ട്. നിൻമിഴികളിലൂറു സ്നേഹം, എൻ കനവിൽ നിറയും മോഹം. നിൻ കൈകൾ ചേരും നേരം ഞാൻ പനിനീർ മലരാകും. അത് എടുപ്പ് കണ്ടില്ലേ? മലരാകും.
അലരാകും. മെഹബൂമ്പ മെഹത്തിരി മെഹബൂമ്പ. അയ്യോ ഞാൻ ഇത് ചിരിച്ച് മരിക്കും. നിങ്ങൾ ഇതുവരെ പ്രേതത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇപ്പൊ ഞാൻ കാണുന്നുണ്ട്. ഇതാ പ്രേതം. കാട്ടിലെ മൃഗങ്ങളെ നിരീക്ഷിക്കാനും റോഡിലെ വണ്ടികളെ നിരീക്ഷിക്കാനും വീട്ടിലെ കള്ളന്മാരെ നിരീക്ഷിക്കാനും ഫാക്ടറിയിലെ സാധനങ്ങൾ നിരീക്ഷിക്കാനും സ്ഥാപിച്ച ഏതെങ്കിലും ഒരു CCTVയിൽ പ്രേതം വന്നിട്ടുണ്ടോ? സിനിമയിലല്ലാതെ മറ്റെവിടെയെങ്കിലും നിങ്ങൾ പ്രേതത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ല എന്നാണ് നിങ്ങളുടെ ഉത്തരം. എല്ലാ മൂവിയിലും പ്രേതം വന്ന ഒന്നിക്കെ കൊന്നിട്ട് പോകും, അല്ലെങ്കിൽ പേടിപ്പിച്ചിട്ട് പോകും. വണ്ടിയൊക്കെ നിരീക്ഷിക്കുക പ്രേതം ആർട്ടി ഓഫീസറാണ് പണി. നിന്ന് തേങ്ങ ഈ പറയുന്നേ അനക്കൊന്നും മനസ്സിലാകുന്നില്ല. കാരണം പ്രേതം നമ്മുടെ മനസ്സിൽ ജനിച്ച് മനസ്സിൽ ജീവിച്ച് മനസ്സിൽ മരിക്കുന്ന ഒന്നാണ്. ഇനി മുകളിലെ ചിത്രം നോക്കൂ, അതിൽ നിങ്ങൾക്ക് ഒരു പ്രേതത്തെ കാണാം. മുകളിലില്ലേ താഴത്താ പ്രേതം? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കണ്ടിട്ടുണ്ട്. ഇതാ കണ്ണട വെച്ച പ്രേതം. ആ പ്രേതത്തിന്റെ മൂക്കിലുള്ള ചുവന്ന പൊട്ടിൽ 20 സെക്കൻഡ് കണ്ണടയ്ക്കാതെ സൂക്ഷിച്ചു നോക്കുക. അതിനുശേഷം നിങ്ങളുടെ ചുമരിലേക്ക് നോക്കി കണ്ണുകൾ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുക. ചുമരിൽ നിങ്ങൾക്ക് പ്രേതത്തെ കാണാം. എന്നാ ഒന്ന് നോക്കണല്ലോ. ഇവിടെ നോക്കിയാല് ഇതാ ഇവിടെ പ്രേതോ. ഇപ്പുറം നോക്കുന്നാണെങ്കിൽ ഇതാ ഇപ്പുറം പ്രേതോ. ഇനി മുകളിൽ നോക്കുന്നാണെങ്കിലും മുകളിലും പ്രേതോ. ഇതിപ്പോ ഇവിടെ നോക്കിയാൽ അറഞ്ചം മറഞ്ചം പ്രേതാണല്ലോ. എന്തായാലും താങ്ക് യു. GHIJKLM. ഞാൻ അവിടെ കക്കൂസിന്റെ വായിലോ ഒന്ന് വെച്ചിട്ടുണ്ട്. അതിലൂടെ ഇഞ്ചി പോ. മലയാളം തന്നെ അറിയില്ല, അന്നേരം ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വന്നിക്ക്. ചന്തിയുടെ നാഡീപേശികൾ വലിഞ്ഞു പോയതിന്റെ ലക്ഷണമാണ്. പച്ച മലയാളത്തിൽ നരമ്പ് വലിഞ്ഞു പോവുക എന്ന് വേണേ പറയാം. അങ്ങനെ തുള്ളു വല അടക്കാൻ വരാൻ വെച്ചാൽ മതിയായിരുന്നു. ഇത് വലിയ നരമ്പ് വലിഞ്ഞു പോയതിന്റെ ലക്ഷണമാണ്. ഇനി ചെറിയ നരമ്പ് വലിഞ്ഞു പോയാലുള്ള ലക്ഷണം കാണിച്ചു തരാം. കുന്നാംകുളം ഷാറൂഖ് ഖാൻ. അടുത്ത കാറ്റും മയം വരുന്ന മുമ്പ് ഓടി പൊരിക്കിരിക്കും, അല്ലെ പാറിപ്പോവും. മെഹബൂമ്പ മെഹത്തിരി മെഹബൂമ്പ മെഹബൂമ്പ മെഹത്തിരി മെഹബൂമ്പ. അപ്പം ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരിക്കൽ കൂടി എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഒരുപാട് നന്ദി. പിന്നെ നിങ്ങളെ കമൻസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനെല്ലാം